നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നായിരിക്കുമല്ലോ ഫ്രൂട്ട്സ് അഥവാ പഴങ്ങൾ. ചിലർക്ക് ആപ്പിൾ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് പൈനാപ്പിൾ ആയിരിക്കും ഇഷ്ടം. പക്ഷേ ഈ പഴങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത്തരത്തിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന എന്നാൽ നമ്മുടെ ജീവന് ഭീഷണിയായേക്കാവുന്ന ചില പഴങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അക്കി. കാണാൻ അത്രയ്ക്ക് ഭംഗിയുള്ള ചില പഴങ്ങളുണ്ട്. അതിൻ്റെ തൊലിക്കുള്ളിൽ ഇത്ര വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. ജമൈക്കയുടെ ദേശീയ പഴമായ അക്കി അത്തരത്തിലൊന്നാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും അപകടകാരിയായ പഴം. ഒറ്റനോട്ടത്തിൽ ഇത് വലിയ കുഴപ്പക്കാരനാണെന്ന് തോന്നില്ല. പഴുക്കുമ്പോൾ ചുവപ്പും മഞ്ഞയും നിറമൊക്കെയുള്ള ഒരു പിയർ പഴം പോലെയാണിതിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള കളി രൂപത്തിലല്ല, ഉള്ളിലെ കെമിസ്ട്രിയിലാണ്. അക്കിക്കുള്ളിൽ ഹൈപ്പോഗ്ലൈസിൻ എ എന്നൊരു വിഷമുണ്ട്. പഴം പച്ചയായിരിക്കുമ്പോൾ ഈ വിഷം വല്ലാതെ കൂടുതലായിരിക്കും. ഇത് നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് തടയും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വല്ലാതെ കുറയ്ക്കും. ഇത് കാരണം കഠിനമായ ഛർദി, അപസ്മാരം, ബോധം പോകുക, പിന്നെ കോമയിലേക്ക് വരെ എത്തുക എന്നിവയാണ്. ഇതിനെ ജമൈക്കൻ വോമിറ്റിംഗ് സിക്നസ് എന്നുപോലും വിളിക്കാറുണ്ട്. പല ടൂറിസ്റ്റുകളും ഇതറിയാതെ കഴിച്ചിട്ടുണ്ട്. ശരിയായ രീതിയിൽ തയ്യാറാക്കാത്തൊരു ചെറിയ കഷ്ണം കഴിച്ചാൽ മതി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ. കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. പിന്നെ എന്തിനാണിത് ഇപ്പോഴും കഴിക്കുന്നത്? സത്യത്തിൽ പഴുത്തതും ശരിയായി പാകം ചെയ്തതുമായ അക്കി അപകടകാരിയല്ല. ജമൈക്കയിൽ അക്കി ആൻഡ് സോൾട്ട് ഫിഷ് എന്നൊരു ഫേമസ് വിഭവമുണ്ട്. പക്ഷേ അവിടെ ഒരു കണിശമായ നിയമമുണ്ട്. ഈ പഴം ഒരിക്കലും ബലം പ്രയോഗിച്ച് തുറക്കരുത്. അക്കി പഴുത്ത് തനിയെ തുറക്കുമ്പോൾ മാത്രമേ അത് കഴിക്കാൻ സുരക്ഷിതമാകൂ. എപ്പോഴാണിത് കഴിക്കേണ്ടതെന്ന് പഴം തന്നെ തീരുമാനിക്കുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ കൊല്ലും. അതാണ് അക്കി. വൈൽഡ് പീച്ച്. നല്ല മിനുസമുള്ള തൊലിയും മണവുമുള്ള വൈൽഡ് പീച്ച് കണ്ടാൽ പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ അതിൻ്റെ കാമ്പിനുള്ളിലേക്ക് നോക്കിയാലോ, കഥ മാറും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ പീച്ച് പോലെയല്ല ഇത്. കാടുകളിലും മലകളിലുമാണിത് വളരുന്നത്. ഇതിൻ്റെ രുചി ചിലപ്പോൾ മധുരമുള്ളതാവാം, അല്ലെങ്കിൽ കയ്പുള്ളതുമാകാം. പക്ഷേ അപകടം രുചിയിലല്ല, ഉള്ളിലെ ആ ചെറിയ വിത്തിലാണ്. പലരും കൗതുകം കൊണ്ട് ആ വിത്ത് പൊട്ടിച്ചു നോക്കാറുണ്ട്. അതിൽ അമിഗ്ഡാലിൻ എന്നൊരു പദാർത്ഥമുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ എൻസൈമുകളുമായി ചേരുമ്പോൾ ഹൈഡ്രജൻ സയനൈഡായി മാറും. അതെ, സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അതേ മാരകമായ സയനൈഡ് തന്നെ. ഈ വിത്ത് ചവയ്ക്കുകയോ പൊടിക്കുകയോ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ വിഷം പുറത്തുവരും. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം, ഈ വിഷത്തിന് പ്രത്യേക രുചിയോ മണവോ ഇല്ല എന്നതാണ്. മുൻകൂട്ടി ഒരു ലക്ഷണവും കാണിക്കില്ല. നേരെ നമ്മുടെ നാഡീവ്യവസ്ഥയെ തളർത്തും. റോ കാഷ്യൂ നട്ട്. നമ്മൾ ഒരിക്കലും ചിന്തയില്ലാതെ കഴിക്കുന്ന ഒന്നാണ് കശുവണ്ടി. സലാഡിലോ ഹെൽത്ത് ബാറുകളിലോ വെറുതെയോ ഒക്കെ നമ്മളിത് കഴിക്കാറുണ്ട്. അതിൻ്റെ നല്ല ക്രീം പോലുള്ള രുചി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ പച്ചയായിരിക്കുമ്പോൾ ഇത് എത്ര വലിയ അപകടമാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പച്ച കശുവണ്ടി സത്യത്തിൽ ഒരു നട്ട്സ് അല്ല, അതൊരു വിത്താണ്. കശുവണ്ടി പഴത്തിൻ്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന വിത്ത്. കശുവണ്ടി പഴം കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ തോടിനുള്ളിലാണ് യഥാർത്ഥ വിഷമുള്ളത്. ആ തോടിനും പരിപ്പിനും ഇടയിൽ യുറുഷിയോൾ എന്നൊരെണ്ണയുണ്ട്. വിഷമുള്ള ചെടികളിൽ കാണുന്ന അതേ സാധനമാണിത്. ഇത് വെറുതെ തൊലിപ്പുറത്തൊന്ന് തട്ടിയാൽ മതി, പൊള്ളലേറ്റതുപോലെ കുമിളകളും തടിപ്പും വരാൻ. ഇനി ആരെങ്കിലും ഇത് പച്ചയോടെ കഴിച്ചാലോ, വായ വീർക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്യും. ഇതിന് പ്രത്യേക മരുന്നുകളൊന്നുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ടാണ് കടകളിൽ കിട്ടുന്ന കശുവണ്ടിയെല്ലാം നേരത്തെ തന്നെ വറുത്തതോ ആവി കയറ്റിയതോ ആയിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും പച്ച കശുവണ്ടി മാർക്കറ്റിൽ കാണില്ല. ഇത് പച്ച കഴിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആഫ്രിക്കൻ വൈൽഡ് ബനാന. പഴം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് മഞ്ഞ നിറത്തിലുള്ള വാഴപ്പഴമാണ്. എന്നാൽ ആഫ്രിക്കയുടെ കാടുകളിൽ ചില പ്രത്യേകതരം കാട്ടുവാഴകളുണ്ട്. അവ കാണുമ്പോൾ നമ്മുടെ സാധാരണ പഴം പോലെയല്ല. വിത്തുകൾ വലുതാണ്, കാമ്പ് വല്ലാത്ത നാരുകളുള്ളതാണ്, പിന്നെ അതിൽ ചില കെമിക്കലുകൾ മനുഷ്യർക്ക് വലിയ ദോഷം ചെയ്യുന്നതാണ്. ആരെങ്കിലും ഇത് പച്ചയ്ക്ക് കഴിക്കാൻ നോക്കിയാൽ തൊണ്ടയിൽ പുകച്ചൽ മുതൽ ഛർദിയും വയറിളക്കവും വരെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയും റിസ്ക് ഉണ്ടായിട്ടും ആഫ്രിക്കയിലെ പല നാട്ടുംപുറങ്ങളിലും ഇത് ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. അവർക്കിതിലെ വിദ്യ അറിയാം. അവരിത് മണിക്കൂറുകളോളം തിളപ്പിക്കുകയോ ചുട്ടെടുക്കുകയോ അല്ലെങ്കിൽ പുളിപ്പിക്കുകയോ ചെയ്ത് ഇതിലെ വിഷാംശം കളയും. ഈ കാട്ടുപഴങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല എനർജി തരുന്നതാണെന്നും അവർ വിശ്വസിക്കുന്നു.
പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ ഈ പഴം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. മാൻചിനീൽ. ഇതിനെ മാൻസാനില്ല ഡില മൊർത്തെ എന്നാണ് വിളിക്കുന്നത്. അതായത് മരണത്തിൻ്റെ ചെറിയ ആപ്പിൾ. തിളങ്ങുന്ന ചെറിയൊരു കാട്ടാപ്പിൾ പോലെയാണ് ഇതിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കഷ്ണം കഴിച്ചാലോ, ഇതിൻ്റെ കറ ശരീരത്തിലൊന്ന് തട്ടിയാലോ, എന്തിന് മഴ പെയ്യുമ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിലൊന്ന് നിന്നാൽ പോലും നിങ്ങൾ വലിയ അപകടത്തിലാവും. കരീബിയൻ ദ്വീപുകളിലും മധ്യ അമേരിക്കയിലുമൊക്കെയാണ് ഈ മാൻചിനീൽ മരങ്ങൾ വളരുന്നത്. ഒറ്റനോട്ടത്തിൽ വലിയ കുഴപ്പക്കാരനാണെന്ന് തോന്നില്ലെങ്കിലും ഇതിൻ്റെ ഓരോ അണുവിലും വിഷമുണ്ട്. ഇതിൻ്റെ പഴം കഴിച്ചാൽ വായ പൊള്ളുകയും തൊണ്ടയിൽ കടുത്ത ആന്തരിക പൊള്ളലുകളുണ്ടാവുകയും ചെയ്യും. ഇത് ശ്വാസം മുട്ടലിന് വരെ കാരണമാകും. ഈ പഴം അബദ്ധത്തിൽ കഴിച്ച ഡോക്ടർമാർ പറയുന്നത് ആദ്യം ഇതിന് നല്ല മധുരമാണെന്നാണ്. പക്ഷെ പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തൊണ്ടയിൽ വലിയ രീതിയിലുള്ള പുകച്ചിലും വേദനയും വരും. അത് കാരണം മണിക്കൂറുകളോളം ഒന്നും വിഴുങ്ങാൻ പോലും പറ്റില്ല. ഈ മരത്തിൻ്റെ തൊലിപ്പുറത്ത് തൊട്ടിട്ട് ആ കൈ ശരീരത്തിൽ എവിടെയെങ്കിലും തട്ടിയാൽ മതി വല്ലാത്ത വേദനയുള്ള തടിപ്പും ചൊറിച്ചിലും വരാൻ. ഇതിൻ്റെ കറ കണ്ണിൽ വീണാൽ 72 മണിക്കൂർ വരെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടാം. ഇനി മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇലകളിൽ നിന്ന് വീഴുന്ന വെള്ളം കറയുമായി കലർന്ന് നിങ്ങളുടെ ദേഹത്ത് വീണാൽ തൊലിപ്പുറമാകെ പൊള്ളിപ്പോകും. ഇതൊക്കെ കൊണ്ടുതന്നെ ഈ മരം നിൽക്കുന്നിടങ്ങളിൽ വലിയ മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കാറുണ്ട്. ആളുകൾ അറിയാതെ ഇതിനടുത്തേക്ക് പോകാതിരിക്കാൻ പല മരങ്ങളുടെ തടിയിൽ ചുവന്ന പെയിന്റ് കൊണ്ട് വട്ടം വരച്ച് അടയാളപ്പെടുത്താറുമുണ്ട്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ മരമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. പണ്ട് ക്രിസ്റ്റഫർ കൊളംബസാണ് ഇതിന് മരണത്തിൻ്റെ ആപ്പിൾ എന്ന് പേരിട്ടത്. പുറമേ പാവമാണെന്ന് തോന്നുമെങ്കിലും ഓരോ നാരിലും അപകടം ഒളിപ്പിച്ചു വെച്ച പ്രകൃതിയുടെ വിചിത്രമായൊരു സുന്ദരിയാണ് മാൻചിനീൽ. അമേരിക്കൻ വൈൽഡ് ചെറി. വടക്കേ അമേരിക്കയിലെ കാടുകളുടെ ഉള്ളിൽ ചുവന്ന് തുടുത്ത് മിന്നിത്തിളങ്ങുന്നൊരു കുഞ്ഞു പഴമുണ്ട്. നല്ല മധുരവും ഒപ്പം ഒരു ചെറിയ പുളിയുമുള്ള ഈ പഴം കണ്ടാൽ ആർക്കും കഴിക്കാൻ തോന്നും. പക്ഷെ അതിൻ്റെ ആ ചന്തത്തിന് പിന്നിൽ ഒരു വിഷമുണ്ടെന്ന് പലർക്കും അറിയില്ല. അത് പഴത്തിൻ്റെ കാമ്പിലല്ല, മറിച്ച് അതിൻ്റെ ഉള്ളിലെ വിത്തിലാണ്. ഓരോ ചെറിയ ചെറിയ വിത്തിനകത്തും സയനോജനിക് ഗ്ലൈക്കോസൈഡ്സ് എന്നൊരു പദാർത്ഥമുണ്ട്. ഇത് നമ്മുടെ ഉള്ളിലെത്തിയാൽ ഹൈഡ്രജൻ സയനൈഡായി മാറും. അതെ, രാസ ആയുധമായി വരെ ഉപയോഗിച്ചിട്ടുള്ള അതേ കടുത്ത വിഷം തന്നെ. ആരോഗ്യമുള്ള ഒരാൾ അബദ്ധത്തിൽ ഒരു വിത്ത് വിഴുങ്ങിയാൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ വിത്തുകൾ ചവച്ചരയ്ക്കുകയോ പൊടിക്കുകയോ അല്ലെങ്കിൽ ഒരുപാടെണ്ണം ഒന്നിച്ച് കഴിക്കുകയോ ചെയ്താൽ സംഗതി മാരകമാകും. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം ഇതറിയാതെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. നാട്ടിൻപുറങ്ങളിൽ പലരും വിത്തുകളോട് കൂടി തന്നെ ജാമും വൈനും മറ്റുമുണ്ടാക്കാറുണ്ട്. ഈ സമയത്ത് വിത്തുകൾ പൊട്ടുകയാണെങ്കിൽ അതിലെ വിഷം പുറത്തുവരും. തലവേദന, ഛർദി, തലകറക്കം എന്നിവയിൽ തുടങ്ങി ശ്വാസം മുട്ടലിനും മരണം വരെയും ഇത് കാരണമായേക്കാം. ഈ പഴം കാട്ടിലെ മൃഗങ്ങൾ കഴിക്കുമ്പോൾ വിത്ത് കടിച്ചു പൊട്ടിക്കാതെ വിഴുങ്ങുന്നതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കില്ല. എന്നാൽ നമ്മൾ മനുഷ്യർ നമ്മുടെ പരീക്ഷണങ്ങളും പാചകവുമൊക്കെയായി വിത്തുകൾ പൊട്ടിക്കുമ്പോഴാണ് കുഴപ്പത്തിലാകുന്നത്. അതുകൊണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ ഈ ചെറി കണ്ടാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഒരിക്കലും അതിൻ്റെ വിത്ത് കടിച്ചു പൊട്ടിക്കരുത്. ഇവിടെ നമ്മൾ കഴിക്കുന്നതല്ല, മറിച്ച് നമ്മൾ പൊട്ടിക്കുന്നതാണ് അപകടം. ആപ്പിൾ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഫ്രൂട്ടാണല്ലോ ആപ്പിൾ. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയുടെ ലോഗോയിൽ വരെ ഈ പഴമുണ്ട്. ഇത്രയും സാധാരണവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പഴത്തിൻ്റെ ഉള്ളിൽ ഒരു അപകടം ഒളിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യമെന്തെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ വിത്തുകളിൽ അമിഗ്ഡാലിൻ എന്നൊരു പദാർത്ഥമുണ്ട്. ഇത് നമ്മുടെ വയറ്റിലെ ആസിഡുമായി ചേരുമ്പോൾ ഹൈഡ്രജൻ സയനൈഡായി മാറും. അതെ, വേഗത കൊണ്ടും മാരകശേഷി കൊണ്ടും ലോകപ്രസിദ്ധമായ അതേ സയനൈഡ് തന്നെ. പക്ഷെ പേടിക്കണ്ട, 1-2 വിത്ത് അബദ്ധത്തിൽ വിഴുങ്ങിയതുകൊണ്ട് മാത്രം അപകടം സംഭവിക്കില്ല. ഈ വിത്തുകൾ ചവച്ചരയ്ക്കുകയോ പൊടിക്കുകയോ അല്ലെങ്കിൽ ഒരുപാടെണ്ണം ഒന്നിച്ചു കഴിക്കുകയോ ചെയ്താലാണ് പ്രശ്നം തുടങ്ങുക. ചെറിയ അളവിലുള്ള വിഷത്തെ പുറന്തള്ളാൻ നമ്മുടെ ശരീരത്തിന് കഴിവുണ്ട്. എന്നാൽ ചെറിയ കുട്ടികളോ വളർത്തുമൃഗങ്ങളോ ഒരുപാട് വിത്തുകൾ കടിച്ചു പൊട്ടിച്ച് കഴിച്ചാൽ സംഗതി വഷളാവും. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഒരാൾക്ക് മാരകമായ രീതിയിൽ സയനൈഡ് ബാധിക്കണമെങ്കിൽ ഏകദേശം 83 മുതൽ 500 വരെ വിത്തുകൾ ചവച്ചരച്ച് കഴിക്കണമെന്നാണ്. സാധാരണ ഒരു ആപ്പിളിൽ 5 മുതൽ 8 വിത്തുകളെ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് അപകടം സംഭവിക്കണമെങ്കിൽ ഒരുപാട് ആപ്പിളിൻ്റെ വിത്തുകൾ തന്നെ കഴിക്കണം. ഇതെപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ലെങ്കിലും അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സീ ഗ്രേപ്പ്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പച്ച നിറത്തിൽ തിളങ്ങുന്ന ചെറിയ മുത്തുകൾ കോർത്തു വെച്ചതുപോലെയുണ്ട് ഈ കടൽ മുന്തിരി. കടലിലെ ഒരു അപൂർവ വിഭവമായി പലരും ഇതിനെ കാണാറുണ്ട്. എങ്കിലും ഇതിനുള്ളിലും ഒരു നിശബ്ദ ഭീഷണി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കടൽ വിഭവം എത്രത്തോളം കൗതുകമുള്ളതാണോ അത്ര തന്നെ അപകാര്യമാകുമെന്ന് പലർക്കും അറിയില്ല. സത്യത്തിൽ ഇതൊരു പഴമല്ല,
തെക്കുകിഴക്കൻ ഏഷ്യയിലെയും മറ്റു ഉഷ്ണമേഖലാ തീരങ്ങളിലും ഉപ്പുവെള്ളത്തിൽ വളരുന്ന ഒരു തരം പച്ച പായലാണിത്. ചോറിൻ്റെ കൂടെയോ സലാഡുകളിലോ ഇത് പച്ചയ്ക്കാണ് കഴിക്കാറുള്ളത്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ധാതുക്കളും അയഡിനും നൽകാനുമൊക്കെ ഇത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇത് വളരുന്ന സാഹചര്യം മോശമാണെങ്കിൽ കഥയാകെ മാറും. ഈ കടൽമുന്തിരിക്ക് ചുറ്റുമുള്ള വെള്ളത്തിലെ വിഷാംശങ്ങളും ഘനലോഹങ്ങളും ഹാനികരമായ ബാക്ടീരിയകളുമൊക്കെ ആഗിരണം ചെയ്യാനുള്ള വലിയൊരു കഴിവുണ്ട്. ഫാക്ടറി അവശിഷ്ടങ്ങളോ മറ്റോ കലർന്ന മലിനമായ കടൽ വെള്ളത്തിലാണ് ഇവ വളരുന്നതെങ്കിൽ അത് കഴിക്കുന്നത് മനുഷ്യർക്ക് വലിയ അപകടമാണ്. മോശമാവസ്ഥയിലുള്ള ഈ കടൽമുന്തിരി ഒരു തവണ കഴിച്ചാൽ മതി കഠിനമായ വയറുവേദന, ഛർദി, വയറിളക്കം, പനി, നിർജ്ജലീകരണം എന്നിവയുണ്ടാകാൻ. ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് കണ്ടാൽ കേടായതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നതാണ്. പലയിടങ്ങളിലും ഇതിനെ ഗ്രീൻ കാവിയാർ എന്നൊക്കെ വിളിച്ച് വലിയ ആഡംബര ഭക്ഷണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ആഡംബരം ആസ്വദിക്കുമ്പോൾ നല്ല മുൻകരുതൽ വേണം. കാരണം കടൽമുന്തിരി കടലിൻ്റെ രുചി മാത്രമല്ല, അതിലെ വിഷാംശങ്ങളും വലിച്ചെടുക്കാറുണ്ട്. ബിറ്റർ ആമണ്ട്. നമുക്കെല്ലാവർക്കും ബദാം നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ അധികം ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ബദാമിന് അപകടകാരിയായ ഒരു കസിൻ കൂടിയുണ്ട്. അതാണ് ബിറ്റർ ബദാം. ഒറ്റ നോട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന സാധാരണ ബദാം പോലെ തന്നെ ഇരിക്കുമെങ്കിലും ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അതിശക്തമായ ഒരു വിഷമാണ്. വെറും ചുരുങ്ങിയ എണ്ണം കഴിച്ചാൽ പോലും അത് മരണത്തിന് കാരണമായേക്കാം. ഈ കയ്പുള്ള ബദാമിൽ അമിഗ്ഡാലിൻ എന്ന പദാർത്ഥം വൻതോതിലുണ്ട്. ഇത് നമ്മുടെ ദഹനവ്യവസ്ഥയിലെത്തിയാൽ മിനിറ്റുകൾക്കുള്ളിൽ ജീവനെടുക്കാൻ ശേഷിയുള്ള ഹൈഡ്രജൻ സയനൈഡായി മാറും. പഠനങ്ങൾ പറയുന്നത് വെറും 5-10 ബിറ്റർ ബദാം കഴിക്കുന്നത് ഒരു കുട്ടിക്ക് മാരകമായേക്കാമെന്നാണ്. മുതിർന്നവർക്ക് ഇതിലും വലിയ അളവ് കഴിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. കാട്ടുമരങ്ങളിലോ കൃഷി ചെയ്യാത്ത ബദാം വർഗ്ഗങ്ങളിലോ ആണ് ഇത്തരം ബദാം കാണപ്പെടുന്നത്. നമ്മൾ ഇന്ന് കഴിക്കുന്ന മധുരമുള്ള ബദാം കാലങ്ങളായി കൃഷി ചെയ്ത് അതിലെ വിഷാംശം നീക്കം ചെയ്തെടുത്തതാണ്. പല രാജ്യങ്ങളിലും ഇത് നേരിട്ട് വിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. റെഡ് ബനാന. ചുവന്ന തൊലിയും ഓറഞ്ച് നിറം കലർന്ന ക്രീം പോലെയുള്ള ഉള്ളിലെ കാമ്പും കൂടെ റാസ്ബെറിയുടെ രുചിയുള്ള മധുരവുമുള്ളതാണ് റെഡ് ബനാന. ചുവന്ന പഴത്തിൽ വിഷമോ മറ്റ് ഹാനികരമായ ഘടകങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത് ചില ആളുകളെ ശരിക്കും കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രശ്നം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാറ്റക്സ് അലർജിയുള്ളവർക്ക് ഈ പഴം കടുത്ത അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ലാറ്റക്സ് ഫ്രൂട്ട് സിൻഡ്രോം എന്നൊരവസ്ഥയുണ്ട്. പ്രകൃതിദത്ത ലാറ്റക്സിലെ പ്രോട്ടീനുകളും ചില ഉഷ്ണമേഖലാ പഴങ്ങളിലെ പ്രോട്ടീനുകളും തമ്മിലുള്ള സാമ്യം കാരണം നമ്മുടെ പ്രതിരോധ സംവിധാനം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയാണിത്. ചുവന്ന പഴത്തിലെ പ്രോട്ടീനുകൾക്ക് ലാറ്റക്സിലെ തന്മാത്രകളുമായി സാമ്യമുള്ളതുകൊണ്ട് ലാറ്റക്സ് അലർജിയുള്ളവർ ഇത് കഴിച്ചാൽ വായ് ചൊറിയുന്നത് മുതൽ ശ്വാസം മുട്ടലും ശരീരത്തിൽ കടുത്ത നീർവീക്കവും അല്ലെങ്കിൽ മാരകമായ അനാഫിലാറ്റിക് ഷോക്ക് വരെ ഉണ്ടായേക്കാം. അവോക്കാഡോ, കിവി അല്ലെങ്കിൽ ചെസ്റ്റ്നട്ട് തുടങ്ങിയ പഴങ്ങളിലും ഇത്തരം അലർജി വരാറുണ്ട്. പക്ഷേ റെഡ് ബനാന അത്ര സാധാരണമായ ഒന്നല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇതിലൊരു അപകടമുണ്ടെന്ന് ആരും തിരിച്ചറിയാറില്ല. കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഇത് വലിയ ഊർജം നൽകുന്ന ഭക്ഷണമായി ആളുകൾ ആവേശത്തോടെ കഴിക്കാറുണ്ട്. അൺറൈപ്പ് ബ്രെഡ് ഫ്രൂട്ട്. കടച്ചക്ക അല്ലെങ്കിൽ ശീമപ്ലാവ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ പാവം തോന്നുന്ന നല്ല പോഷക ഗുണമുള്ള ഒന്നാണല്ലോ എന്ന് നമ്മൾ കരുതും. ഒരു പരിധിവരെ അത് ശരിയുമാണ്. പക്ഷേ ആ പഴം കൃത്യമായി പഴുത്താൽ മാത്രമേ അത് സുരക്ഷിതമാകൂ. അല്ലാത്ത പക്ഷം ഇതൊരു വലിയ പണി തരും. പസഫിക് ദ്വീപുകളിൽ ജനിച്ച കരീബിയൻ രാജ്യങ്ങളിൽ വലിയ പേരുള്ള കടച്ചക്ക നൂറ്റാണ്ടുകളായി അവിടുത്തെ പ്രധാന ആഹാരമാണ്. കാർബോഹൈഡ്രേറ്റ് ധാരാളമുള്ളത് പുഴുങ്ങിയും വറുത്തും ചുട്ടുമൊക്കെ കഴിക്കാറുണ്ട്. പലരും പറയുന്നത് ഇതിന് ഉരുളക്കിഴങ്ങും നല്ല ഫ്രഷ് ബ്രെഡും കൂടി ചേർന്ന ഒരു രുചിയാണെന്നാണ്. പക്ഷേ ഇതിൻ്റെ സുരക്ഷിതമായ ഉപയോഗം ഒരൊറ്റ കാര്യത്തെ ആശ്രയിച്ചിരിക്കും. അത് പഴുത്തിരിക്കും. കടച്ചക്ക പച്ചയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പൂർണ്ണമായി വളരാത്തപ്പോഴോ കഴിക്കുന്നത് മനുഷ്യ ശരീരത്തിന് ദോഷകരമാണ്. പച്ചയായിരിക്കുമ്പോൾ അതിൽ ദഹിക്കാൻ പ്രയാസമുള്ളതും നമ്മുടെ വയറിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നതുമായ ചില പദാർത്ഥങ്ങളുണ്ട്. ഫലമെന്താണെന്ന് വെച്ചാൽ കടുത്ത ഓക്കനം, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ്. വിദേശി ടൂറിസ്റ്റുകൾ മാർക്കറ്റുകളിൽ ഇതിൻ്റെ ഉരുണ്ട രൂപവും പരുത്തൻ തൊലിയും കണ്ട് കൗതുകത്തിന് വാങ്ങിക്കഴിക്കും. പക്ഷേ ഇത് എപ്പോൾ കഴിക്കണമെന്നോ എങ്ങനെ പാകം ചെയ്യണമെന്നോ അറിയില്ലെങ്കിൽ പിന്നെ ആശുപത്രിയിലേക്ക് ഓടേണ്ടി വരും. മോങ് ഫ്രൂട്ട്. പ്രകൃതിയുടെ മധുര സ്വർണം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മോങ് ഫ്രൂട്ട് അഥവാ ലുവോ ഹാൻ ഗുവോ എന്നാണ് അതിൻ്റെ പേര്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തെക്കൻ ചൈനയിലെ മലനിരകളിൽ ബുദ്ധസന്യാസിമാരാണ് ഇതാദ്യമായി കൃഷി ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്.
കാണാൻ വളരെ ചെറുതും ഉരുണ്ടതും കടും പച്ച നിറമുള്ളതുമാണിത്. ഇതിലെ മോഗ്രോസൈറ്റ്സ് എന്ന പദാർത്ഥമാണ് ഇതിൻ്റെ മാന്ത്രികത. ഇതിന് സാധാരണ പഞ്ചസാരയേക്കാൾ 200 മടങ്ങ് മധുരമുണ്ട്. എന്നാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും പഞ്ചസാര ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു വലിയ അനുഗ്രഹമായി മാറി. എന്നാൽ ഏതെങ്കിലും കാര്യത്തെപ്പോലെ അമിതമായാൽ മോങ് ഫ്രൂട്ടിനും ഒരു ഇരുണ്ട വശമുണ്ട്. ഇത് വലിയ അളവിൽ ശരീരത്തിലെത്തിയാൽ വയറിന് അസ്വസ്ഥതയും വയറിളക്കവും ഉണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികൾക്കും വയറിന് പെട്ടെന്ന് പ്രശ്നങ്ങൾ വരുന്നവർക്കും. ഇതിലെ മധുരം പ്രകൃതിദത്തമാണെങ്കിലും വലിയ അളവിൽ ഇത് സ്വീകരിക്കാൻ മനുഷ്യ ശരീരം എപ്പോഴും തയ്യാറായെന്ന് വരില്ല. ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകളിൽ ഇതിൻ്റെ വീര്യം വളരെ കൂടുതലായിരിക്കും എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, ചൈനീസ് മരുന്നുകളിൽ പണ്ടു മുതൽക്കേ കഫത്തിനും പനിക്കുമൊക്കെയുള്ള ഔഷധമായി ഈ പഴത്തെ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് പലരും ഇതൊരു മാന്ത്രിക മരുന്നാണെന്ന് കരുതി അമിതമായി ഉപയോഗിക്കുന്നുണ്ട്. ശരിയായ അളവിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ബാത്റൂമിലേക്ക് ഓടേണ്ടി വരും എന്നതാണ് സത്യം. ഗ്രീൻ പൈനാപ്പിൾ. പൈനാപ്പിളിൻ്റെ ആ മണമൊന്ന് വേറെ തന്നെയാണ്. മധുരവും പുളിയും കലർന്ന അതിൻ്റെ രുചി ആരുടെ നാവിലും കപ്പലോടിക്കും. പക്ഷേ അധികമാർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. പൂർണ്ണമായി പഴുക്കാത്ത ഒരു പച്ച പൈനാപ്പിൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയൊരു കെണിയായി മാറിയേക്കാം. അതിൻ്റെ ഫ്രഷായ രൂപത്തിനും ആരോഗ്യ ഗുണങ്ങൾക്കും പിന്നിൽ ബ്രോമലൈൻ എന്ന ശക്തമായ ഒരു എൻസൈം ഒളിഞ്ഞിരിപ്പുണ്ട്. പച്ച പൈനാപ്പിളിൽ വൻതോതിലുള്ള ഈ പദാർത്ഥത്തിന് പ്രോട്ടീനുകളെ അലിയിച്ചു കളയാനുള്ള ശേഷിയുണ്ട്. എന്തിന്, നിങ്ങളുടെ വയറ്റിലെ ആന്തരിക പാളികളെ പോലും ഇത് ബാധിച്ചേക്കാം. ശരിയായ രീതിയിൽ പഴുക്കാത്ത പൈനാപ്പിൾ കഴിക്കുന്നത് കഠിനമായ വയറുവേദനയ്ക്കും അലർജി ഉള്ളവർക്ക് വലിയ ശാരീരിക പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇത്ര സാധാരണമായ ഒരു പഴം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. അതെ, ചെറിയ അളവിൽ ബ്രോമലൈൻ നീർവീക്കം കുറയ്ക്കാനും മറ്റും നല്ലതാണ്. എങ്കിലും പൈനാപ്പിൾ പച്ചയായിരിക്കുമ്പോൾ ഈ എൻസൈം ഒരു വില്ലനായി മാറും. പണ്ട് കരീബിയൻ രാജ്യങ്ങളിൽ ശരീരം ശുദ്ധീകരിക്കാൻ പച്ച പൈനാപ്പിൾ കഴിക്കുമായിരുന്നു. പക്ഷേ കഠിനമായ ഛർദിയും വയറുവേദനയും ഇതിൻ്റെ ഭാഗമാണെന്ന് അവർക്കറിയില്ലായിരുന്നു. കൂടാതെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഇത് ആന്തരിക രക്തസ്രാവത്തിനു വരെ കാരണമായേക്കാം. പലരും വയറ്റിലെ അസ്വസ്ഥത പൈനാപ്പിളിൻ്റെ പുളിപ്പ് കൊണ്ടാണെന്ന് കരുതി തള്ളിക്കളയും. പക്ഷേ സംഗതി ഗൗരവമാണ്. അതുകൊണ്ട് അടുത്ത തവണ പൈനാപ്പിൾ വാങ്ങുമ്പോൾ അത് നല്ലവണ്ണം പഴുത്തതാണെന്ന് ഉറപ്പുവരുത്തുക. കരിക്കിൻ വെള്ളം. വെയിലത്ത് തളർന്നു വരുമ്പോൾ ഒരു കരിക്കിൻ വെള്ളം കുടിക്കുന്നത് പോലെ ആശ്വാസം തരുന്ന മറ്റൊന്നില്ല. പക്ഷേ ഈ നിരുപദ്രവകാരിയായ രൂപത്തിന് പിന്നിൽ ഒരു ശത്രു ഒളിഞ്ഞിരിപ്പുണ്ടാകാം. ഇലക്ട്രോലൈറ്റുകളും പൊട്ടാസ്യവും ഒക്കെ ധാരാളമുള്ള കരിക്കിൻ വെള്ളം മികച്ചൊരു പാനീയമാണ്. പക്ഷേ തേങ്ങ ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിലോ, വെട്ടിയിട്ട് ഒരുപാട് സമയമായെന്നാലോ, അല്ലെങ്കിൽ വല്ലാതെ ചൂടേറ്റാലോ ആ വെള്ളം പുളിച്ചുപോകും. അതായത് ആ തേങ്ങയ്ക്കുള്ളിൽ കണ്ണിന് കാണാൻ പറ്റാത്തത്രയും ബാക്ടീരിയകളും ഈസ്റ്റും വളരാൻ തുടങ്ങും. ഇത് കഠിനമായ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകും. ഛർദിയും വയറിളക്കവും പനിയുമൊക്കെ ഇതിൻ്റെ ഫലമായി ഉണ്ടായേക്കാം. പലപ്പോഴും വെള്ളത്തിനൊരു ചെറിയ പുളിപ്പ് അനുഭവപ്പെടുമെങ്കിലും പലരും അത് കരിക്കിൻ്റെ രുചിയാണെന്ന് കരുതി കുടിച്ചു തീർക്കും. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ തേങ്ങാവെള്ളം പുളിപ്പിച്ച് മദ്യമുണ്ടാക്കാറുണ്ടെങ്കിലും അത് വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ വെയിലത്ത് വെച്ച് കേടായ ഒരു കരിക്കിൻ വെള്ളം കുടിക്കുന്നത് വലിയ റിസ്ക്കാണ്. കുട്ടികളും പ്രായമായവരുമാണ് ഇതിൽ പെട്ടെന്ന് കുടുങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് കരിക്കിൻ വെള്ളം കുടിക്കുമ്പോൾ അത് ഫ്രഷാണെന്നും അപ്പോൾ തന്നെ വെട്ടിയതാണെന്നും ഉറപ്പുവരുത്തുക. പ്രകൃതി തരുന്ന ഈ സമ്മാനം ചിലപ്പോൾ ഒരു വലിയ ചതിക്കുഴിയായി മാറിയേക്കാം. ലിച്ചി. ലിച്ചിപ്പഴം കാണാൻ ഒരു മുത്തുപോലെ സുന്ദരമാണ്. അതിൻ്റെ ആ മധുരവും മണവും ആരെയും കൊതിപ്പിക്കും. ഏഷ്യയിലെ മധുരപലഹാരങ്ങളിലും ഉഷ്ണത്രക മേഖലാ പാനീയങ്ങളിലും ലിച്ചി ഒരു സ്ഥിരം സാന്നിധ്യമാണ്. പക്ഷേ അധികമാർക്കും അറിയാത്ത ഒരു മാരക രഹസ്യം ലിച്ചിക്കുണ്ട്. ലിച്ചിപ്പഴം പഴുക്കാത്ത അവസ്ഥയിൽ കഴിക്കുന്നതോ അല്ലെങ്കിൽ അമിതമായി കഴിക്കുന്നതോ ഏതൊരു വിഷത്തെയും പോലെ മരണകാരണമായേക്കാം. പഴുക്കാത്ത ലിച്ചിപ്പഴത്തിൽ MCPG എന്നും ഹൈപ്പോഗ്ലൈസിൻ A എന്നീ വിഷാംശങ്ങളുണ്ട്. ഇവ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ഉൽപ്പാദനത്തെ തടയും. ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയ്ക്കാൻ കാരണമാകും. ഇതിൻ്റെ ഫലം വളരെ പേടിപ്പെടുത്തുന്നതാണ്. അപസ്മാരം, മസ്തിഷ്ക വീക്കം എന്നിവൻ മരണം വരെ സംഭവിക്കാം. പട്ടിണി കിടക്കുന്ന കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്ത് 2017 മുതൽ ലിച്ചി കഴിച്ചുണ്ടായ ഇത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2019 മാത്രം 170-ലധികം കുട്ടികളാണ് ലിച്ചി കഴിച്ചു മരിച്ചത്. വെറും വയത്തിൽ പഴുക്കാത്ത ലിച്ചിപ്പഴങ്ങൾ കഴിച്ച കുട്ടികളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയായിരുന്നു. വർഷങ്ങളോളം ഡോക്ടർമാർ ഇതിനെ മിസ്റ്റീരിയസ് ലിച്ചി സിൻഡ്രോം എന്ന് വിളിച്ചു.
2017 ഇതിലെ വിഷാംശവും പട്ടിണിയും തമ്മിലുള്ള ബന്ധം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത്. നന്നായി ആഹാരം കഴിച്ചവർക്ക് ലിച്ചി കുഴപ്പമില്ല, എങ്കിലും പട്ടിണി കിടക്കുന്നവർക്ക് ഇതൊരു മരണക്കെണിയാണ്. അതുകൊണ്ട് ലിച്ചിയുടെ മധുരത്തിൽ വീഴുന്നതിന് മുൻപ് ഓർത്തുവയ്ക്കുക, ആ പരുക്കൻ തൊളിക്കുള്ളിൽ ഒരു മരണത്തിന്റെ കഥ കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിലേതെങ്കിലും ഫ്രൂട്ട് കഴിച്ച് നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.